പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് തിരുപ്പതി. പ്രസിദ്ധമായ തിരുമല വെങ്കടേശ്വര ക്ഷേത്രവും മറ്റനവധി ക്ഷേത്രങ്ങളും നിലകൊള്ളുന്നതിനാൽ ഇവിടം ആന്ധ്രയിലെ ആത്മീയ തലസ്ഥാനം എന്നറിയപ്പെടുന്നു. തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം എന്ന നാമധേയത്തിലും അറിയപ്പെടുന്നത്. പൂർവഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലയിലെ 7 മലനിരകളിലെ അവസാനത്തേതായ വെങ്കിടാദ്രിയിലാണ് ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആയതിനാൽ ഈ ക്ഷേത്രം സപ്തഗിരി എന്നുകൂടി അറിയപ്പെടുന്നു. തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് ഏകദേശം 21 കിലോമീറ്ററാണുള്ളത്. ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, ഋഷഭാദ്രി, നാരായണാദ്രി എന്നിവയാണ് മറ്റ് മലനിരകൾ. ഐശ്വര്യത്തിനും മോക്ഷപ്രാപ്തിക്കുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിവസേന ഇവിടെ എത്തിച്ചേരാറുള്ളത്. സ്വാമി പുഷ്കരണി എന്നറിയപ്പെടുന്ന വലിയൊരു കുളത്തിന്റെ കരയിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. വെങ്കടേശ്വര ഭഗവാൻ തന്റെ ഭാര്യമാരോടൊപ്പം ഈ കുളത്തിൽ കുളിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. വാസ്തവത്തിൽ ഈ തടാകം ഗംഗാനദിയെപ്പോലെ വിശുദ്ധമായി കണക്കാക്കപ്പെടുന്നു. മുഖ്യപ്രതിഷ്ഠയായ വെങ്കടേശ്വരൻ, ബാലാജി, ശ്രീനിവാസൻ, ഗോവിന്ദൻ എന്നീ പേരുകളിലും മഹാലക്ഷ്മി, പത്മാവതി എന്ന പേരിലും അറിയപ്പെടുന്നു. ശ്രീദേവി ഭൂദേവി സമേതനായ മഹാവിഷ്ണു ഇവിടെ സർവ്വദുഃഖഹരനായി കുടികൊള്ളുന്നു എന്നതാണ് വിശ്വാസം. ഹൈന്ദവ പുരാണങ്ങളിൽ പോലും പലയിടത്തായി പരാമർശിച്ചിട്ടുള്ള ക്ഷേത്രമാണ് തിരുമല ക്ഷേത്രം. വെങ്കടേശ്വര ക്ഷേത്രം വരും മുമ്പ് തന്നെ ഇവിടെ വരാഹമൂർത്തി ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും ഇവിടം ആദിവരാഹ ക്ഷേത്ര എന്നാണ് അറിയപ്പെടുന്നതെന്നും പറയപ്പെടുന്നു. വരാഹസ്വാമി ക്ഷേത്രത്തിന് പുറമെ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രവും ശ്രീ ബേഡി ആഞ്ജനേയ സ്വാമി ക്ഷേത്രവും നിലകൊള്ളുന്നു എന്നതും സവിശേഷതയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഹൈന്ദവ ക്ഷേത്രമാണ് തിരുമല വെങ്കടേശ്വര ക്ഷേത്രം. തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന സംഘടനയുടെ കീഴിലാണ് ക്ഷേത്രഭരണം നടക്കുന്നത്. തിരുപ്പതി ക്ഷേത്രത്തിന് സമീപം ശ്രീ പുഷ്കരണിയുടെ ഇടതുവശത്തായാണ് ശ്രീ വരാഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുമലയിലെത്തുന്ന തീർത്ഥാടകർ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് ഈ ക്ഷേത്രം. തിരുമലയുടെ ഉടമ വരാഹസ്വാമിയാണെന്നും അദ്ദേഹം വെങ്കടേശ്വരന് സ്ഥാനം നൽകിയെന്നും പറയപ്പെടുന്നു. അതിനാൽ തന്നെ ദർശിക്കാൻ വരുന്ന ഓരോ ഭക്തരും ആദ്യം വരാഹസ്വാമിയെ ദർശിക്കണമെന്ന് വെങ്കടേശ്വര ഭഗവാൻ പറഞ്ഞു. എങ്കിൽ മാത്രമേ തിരുമല സന്ദർശന ലക്ഷ്യം പൂർത്തിയാകൂ എന്നാണത്രേ വിശ്വാസം. വെങ്കടേശ്വര ക്ഷേത്രത്തിന് നേരെ എതിർദിശയിൽ നിലകൊള്ളുന്ന ഹനുമാൻ ക്ഷേത്രമാണ് ശ്രീ ബേഡി ആഞ്ജനേയ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഹനുമാൻ വിഗ്രഹം 2 കൈകളും ബന്ധിച്ചിരിക്കുന്ന ഒരു അതുല്യമായ രൂപത്തിൽ കാണാനാവും. ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ശ്രീവാരി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഇവിടെ നിരോധിച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ വൈഷ്ണവ മതത്തിന്റെ ഉത്ഭവത്തിലും ആവിർഭാവത്തിലും ആൾവാർമാർ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മ്യൂസിയത്തിന്റെ മുൻവശത്തെ പൂമുഖത്തിന്റെ ഇരുവശങ്ങളിലും ആൾവാറിന്റെ ശിലാചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. കൂടാതെ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ പ്രതിപാദിക്കുന്ന ചിത്രങ്ങളും പുരാവസ്തുക്കളും ശില്പങ്ങളും ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. തിരുമലയിൽ നിന്ന് വടക്ക് 6 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പാപവിനാശം തിരുമല തീർത്ഥാടകരുടെ ഒരു പ്രധാന സന്ദർശനയിടം കൂടിയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാപവിനാശത്തിലെ പുണ്യജലത്തിൽ ആരെങ്കിലും മുങ്ങിക്കുളിച്ചാൽ അവൻ അല്ലെങ്കിൽ അവൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെടും.
അതിനാൽ പുണ്യസ്നാനം നടത്താനും തങ്ങളുടെ മുൻകാല പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനും നിരവധി ഭക്തർ ഈ സ്ഥലം സന്ദർശിക്കുന്നു. തിരുമല ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ജപാലി ഹനുമാൻ ക്ഷേത്രം. വനത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പാതയിൽ നിന്നും ഏകദേശം 20 മിനിറ്റോളം പടികൾ കയറി വേണം ഇവിടെ എത്താൻ. കാടിന്റെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടുള്ള നടത്തം ശരിക്കും തീർത്ഥാടകരിൽ ഉന്മേഷമുളവാക്കുന്ന ഒന്നാണ്. പ്രധാന ക്ഷേത്രത്തിന് പിന്നിൽ സീതാകുണ്ട് എന്ന് വിളിക്കപ്പെടുന്ന ശാന്തമായ തടാകമുണ്ട്. രാമായണ കാലഘട്ടത്തിൽ ദേവി സീത ഇവിടെ സ്നാനം ചെയ്തിരുന്നു എന്ന് കരുതപ്പെടുന്നു. കാടുകൾ തപസ്സിന് അനുയോജ്യമായതിനാൽ ഒട്ടേറെ സന്യാസി വര്യന്മാർ ഇവിടെ മുൻകാലങ്ങളിൽ സന്യസിച്ചു പോന്നിരുന്നു. തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് ബസ്സുകൾ ലഭിക്കും. എല്ലാ 2 മിനിറ്റ് ഇടവിട്ടും ബസ് സർവീസുകൾ ലഭ്യമാണ്. ട്രെയിനിൽ പോകുന്നവർ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തിരുമലയിലേക്കുള്ള ബസ്സിൽ കയറണം. ഫ്ലൈറ്റിൽ വരുന്നവർക്ക് തിരുപ്പതി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാം. റെനിഗുണ്ട എന്ന സ്ഥലത്താണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് തിരുപ്പതിയിലേക്ക് 16 കിലോമീറ്ററും വെങ്കടേശ്വര ക്ഷേത്രത്തിലേക്ക് 39 കിലോമീറ്ററുമുണ്ട്. ക്ഷേത്ര ദർശനത്തിനായി ഓൺലൈൻ ബുക്കിംഗ് സേവനമാണ് നിലവിലുള്ളത്. 100 രൂപ മുതലുള്ള ദേവസ്വം ബോർഡിന്റെ കോട്ടേജുകൾ താമസത്തിനായി ഇവിടെ ലഭ്യമാണ്. നമസ്കാരം. പുണ്യമാസമായ കർക്കിടകത്തിന്റെ ഈ അവസാന നാളുകളിൽ ആത്മീയമായി നാം സ്വാംശീകരിക്കേണ്ട സുഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മിൽ എന്താണ് ഉൾച്ചേർന്നതെന്നും നാം ചിന്തിക്കേണ്ടതുണ്ട്. രാമായണം കേവലം പാരായണത്തിൽ ഒതുങ്ങാതെ അതിലെ രസം, ജ്ഞാനം, സന്മാർഗം എന്നിവ നാം സ്വീകരിക്കേണ്ടതുണ്ട്. നരൻ ആർ എന്ന നാരദന്റെ ചോദ്യത്തിൽ നിന്നും ആരംഭിച്ച വാൽമീകി രാമായണവും അതിമധുരമായ ശ്രീ രാഘവ മാഹാത്മ്യം വർണ്ണിക്കുന്ന എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണവും എന്തൊക്കെ നമ്മിൽ നിറച്ചു എന്ന് ആത്മപരിശോധന നടത്തേണ്ട അവസരമാണിത്. സദ്ഗുണങ്ങളെ സ്വീകരിച്ച് ദുർഗുണങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാം. പിബരേ രാമരസത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പിബരേ രാമരസം ഭാവയാമി രഘുരാമം. നമസ്തേ. രാമായണ മാസത്തിൻ്റെ അവസാന നാളുകളായിരിക്കുന്ന ഈ സമയത്ത് രാമായണത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അറിവുണ്ടാകുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. രാമൻ്റെ ഭക്തി വർദ്ധിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തിലാണ് രാമായണ മാസം ആചരിക്കപ്പെടുന്നത്. രാമഭക്തി വർദ്ധിപ്പിക്കലും അതിനോടൊപ്പം തന്നെ രാമൻ്റെ സന്ദേശം, രാമായണത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളലുമാണ് ഈ ഒരു മാസം കൊണ്ട് നമ്മൾ രാമായണത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. അതനുസരിച്ച് നമ്മൾ രാമായണത്തിൻ്റെ മുഴുവനായിരിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ചും വിവിധ കഥാപാത്രങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് പ്രതിപാദിക്കുകയുണ്ടായി. ഇനി അതിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് 7 കാണ്ഡങ്ങളാണ് രാമായണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അയോധ്യാകാന്ഡം മുതൽ അതേപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഉത്തരകാന്ഡം വരെ ഉള്ളതായിരിക്കുന്ന 7 കാണ്ഡങ്ങളാണ് എന്ന് സാധാരണ പറയാറുണ്ട്. പക്ഷേ എങ്കിലും പലപ്പോഴും നമ്മൾ ഒരു പഴമൊഴി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും.
രാമായണം 6 കാണ്ഡം വായിച്ചിട്ടും അതിൽ രാമനുക്ക് സീത എപ്പടി എന്നൊക്കെ രീതിയിൽ ഇതുണ്ട്. അപ്പോൾ രാമായണം 6 കാണ്ഡമാണോ 7 കാണ്ഡമാണോ ഉള്ളത് എന്നത് സ്വാഭാവികമായിട്ട് ഒരു ചിന്ത വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് പരിശോധിക്കുകയാണ് നമ്മളിപ്പോൾ. ഈ കാണ്ഡത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതും അത് രാമായണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വായിക്കുന്നു എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ കാണ്ഡത്തിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു പര്യാലോചന നടത്താനാണ് ഈ ഒരു സന്ദർഭം ഉപയോഗിക്കുന്നത്. തീർച്ചയായും അത് നമ്മുടെ രാമായണത്തെക്കുറിച്ചുള്ള അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ രാമകഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു ഭാരതീയമായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഭാരതത്തിൻ്റെ ഉപഭൂഖണ്ഡത്തിൽ മാത്രം അതിൻ്റെ മാത്രം സ്വത്തായിട്ടുള്ളൊരു കഥയാണെന്ന് പറയാൻ പറ്റില്ല എന്ന് നമ്മൾ സൂചിപ്പിക്കേണ്ടായി. ലോകത്തിനെമ്പാടും ലോകത്തിലെ എല്ലാവർക്കും പൈതൃകമായിട്ടുള്ള കഥയാണിത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതേപോലെ തന്നെ ആ രാമകഥയുടെ അതിൽ ആദി കാവ്യമായിട്ട് എന്തുകൊണ്ടാണ് വാത്മീകിയുടെ രാമായണം ഉത്ഭവിച്ചത് എന്നുള്ളത്. കാരണം രാമകഥകൾ അതിനു മുമ്പ് തന്നെ ധാരാളം ഉണ്ടെങ്കിലും ജാതക കഥകളിലും മറ്റുമായിട്ട് ധാരാളം ഉണ്ടെങ്കിലും അതൊരു കാവ്യമാക്കി അവതരിപ്പിച്ചതാണ്. ആദ്യത്തെ കാവ്യമായിട്ട് ആദ്യത്തെ കവിതയായിട്ട് അവതരിപ്പിച്ചതാണ് വാത്മീകിയുടെ സവിശേഷത. അതുകൊണ്ട് അത് ആദികാവ്യമാണ്. ആ ആദികാവ്യമാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന രാമകഥയുടെ ഏറ്റവും അടിത്തറ എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ലോകോത്തരമായിരിക്കുന്ന സൃഷ്ടിയാണത് എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ അത്തരം ലോകോത്തരമായിരിക്കുന്ന ഒരു സൃഷ്ടിക്ക് തികച്ചും അനുയോജ്യം എന്ന് പറയാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു ഭാഗമാണ് അതിലെ ഉത്തരകാണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ സാഹിത്യ കുതുകികളായിരിക്കുന്ന ആളുകളും അതേപോലെ തന്നെ ഗവേഷണ കുതുകികളായിരിക്കുന്ന ആളുകളൊക്കെ അത് ചർച്ച ചെയ്ത് അവരുടെ ലോകത്തിൽ വിജ്ഞാന ലോകത്തിൽ അത് വലിയൊരു ചർച്ചാ വിഷയമാണ് ഇതിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ അയോധ്യാകാണ്ഡവും അതേപോലെ തന്നെ ഉത്തരകാണ്ഡവും യഥാർത്ഥത്തിൽ രാമകഥയുമായി ബന്ധപ്പെട്ടതല്ല, അത് പിന്നീട് എഴുതി ചേർക്കപ്പെട്ടതാണ് എന്നൊരു വാദം ഈ ചരിത്രകാരന്മാരുടെ ഇടയിലുണ്ട്. അത് ഈ രാമകഥയുടെ ഉത്തരകാണ്ഡത്തിൽ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളുടെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്നിട്ട് രാമായണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും സ്വയം തീരുമാനിക്കുകയും ചെയ്യാം. എന്തായാലും അതിനെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഒരുപാട് രാമായണങ്ങൾ ഉണ്ടെന്നും അതേപോലെ തന്നെ 100 കണക്കിന് രാമായണങ്ങൾ ഭാരതത്തിൽ തന്നെ ഉണ്ടെന്നും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെ പല അവരുടേതായിരിക്കുന്ന ഒരുപാട് രാമായണങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഈ രാമകഥയുടെ തീം എന്താണ് ശരിക്കും? രാമായണത്തിൻ്റെ അല്ലെങ്കിൽ രാമകഥയുടെ തീമ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വിശിഷ്ടനായിരിക്കുന്ന വ്യക്തി ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് രാമായണം എന്ന് പറയുന്നത്. ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് രാമായണം കഥയുണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും നല്ല വ്യക്തി എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന ശ്രീരാമന് ഉചിതമായിരിക്കുന്ന രീതിയിൽ തന്നെയാണോ ഈ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ വാത്മീകി രാമായണം അതിൻ്റെ സാഹിത്യപരമായിരിക്കുന്ന രീതിയിൽ അതിൻ്റെ ഭാഷാപരമായിരിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള രീതിയിലാണോ ഉത്തരകാണ്ഡം എഴുതപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും അതൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടും. എങ്കിലും അതിലെ ഈ 7ാം കാണ്ഡത്തിൻ്റെ കഥകളെക്കുറിച്ച് നമുക്ക് ഒന്ന് ആലോചിക്കാം. ആ കഥകളെ നമുക്കൊന്ന് ചെറുതായിട്ട് അതിലൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ 7ാം കാണ്ഡത്തിൻ്റെ കഥയുടെ രത്നചുരുക്കം നമുക്കൊരു 6-7 ഭാഗങ്ങളാക്കി തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചുരുക്കി പറയാം. അത് ഏറ്റവും ആദ്യത്തിൽ രാവണൻ്റെ പഴയ കഥകളാണ്. അപ്പോൾ രാവണവധം യുദ്ധകാണ്ഡം കഴിഞ്ഞ് ആ യുദ്ധകാണ്ഡത്തിന് ശേഷം അടുത്ത കാണ്ഡം തുടങ്ങുമ്പോൾ അതിൽ രാവണൻ്റെ കഥയാണ്. രാവണൻ്റെ കഥ എന്ന് മാത്രമല്ല, രാവണൻ്റെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ കഥ മുതലാണ് അതിൽ പറയാൻ തുടങ്ങുന്നത്. വൈശ്രവണൻ്റെ ഉൽപ്പത്തി, അതിനുശേഷം രാവണാദികളുടെ ജനനം, കുബേരൻ്റെ ലങ്കാത്യാഗം തുടങ്ങിയിരിക്കുന്ന വേദവതിയുടെ ശാപം, യമലോകത്തിൻ്റെ ആക്രമണം, ദേവലോകത്തിൻ്റെ ആക്രമണം, ഇന്ദ്രജിത്തിൻ്റെ വിജയം, ഇന്ദ്രനെ വിജയിക്കല്, രംഭയെ ബലാത്കാരം ചെയ്യൽ തുടങ്ങിയിട്ടുള്ളതായിരിക്കുന്ന രാവണ സംബന്ധിയായിരിക്കുന്ന നിരവധി കഥകളാണ് അതിൽ പറയുന്നത്. ഇനി എൻ്റെ ഒരു 2ാമത്തെ ഒരു ഭാഗത്തിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 37-48 വരെയുള്ളതായിരിക്കുന്ന ഒരു 10 അധ്യായങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ രാമസദസ്സും അതിൽ വാനരന്മാരെയൊക്കെ തിരിച്ച് നാട്ടിലേക്ക് അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചുവിടലാണ്.
അപ്പോൾ പട്ടാഭിഷേകം കഴിഞ്ഞ് വാനരന്മാരെയൊക്കെ തിരിച്ചു വിടുന്നു. അതേമാതിരി തന്നെ സീതയുടെ ഗർഭവും സീതയുടെ തപോവനം കാണുന്നതിനുള്ളതായിരിക്കുന്ന ആഗ്രഹം എന്നൊക്കെ അത് കഴിഞ്ഞ് സീതയെ ആ പേരിൽ, അതായത് കാട് കാണണം എന്നുള്ള ആ പേരിൽ സീതയെ പരിത്യജിക്കൽ വരെയുള്ളതായിരിക്കുന്ന ഒരു ഭാഗമാണ് 48 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങളിലായിട്ട് വിശദീകരിക്കുന്നത്. ഇനി 50 മുതൽ 60 വരെയുള്ള അധ്യായങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ലക്ഷ്മണ സുമന്ത്ര സംവാദമാണ്. അതേപോലെ തന്നെ ഭൃഗുശാപം കിട്ടുന്നുണ്ട് രാമന്. ആ ഭൃഗുമഹർഷിയുടെ ശാപത്തെക്കുറിച്ചിട്ട് അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. നിമിയുടെ പുരൂരവസിൻ്റെ ജനനം, യയാദിയുടെ പുരൂരവസിൻ്റെ ഒക്കെ കഥ, ഇവയൊക്കെയാണ് ആ 10 അധ്യായങ്ങളിലായിട്ട് വിവരിക്കുന്നത്. കൂടാതെ 61 മുതൽ 72 വരെയുള്ള കഥകളിൽ ലവണാസുരവധമാണ് പ്രധാന പ്രതിപാദ്യ വിഷയം. ശത്രുഘ്നൻ നടത്തിയിട്ടുള്ളതായിരിക്കുന്ന വിജയവും മധുരയിൽ അദ്ദേഹത്തിൻ്റെ അഭിഷേകവും അതേപോലെ ലവകുശന്മാരുടെ ജനനവും മാന്ധാതാവിൻ്റെ വധവുമൊക്കെയാണ് ഈ അധ്യായങ്ങളിൽ പറയുന്നത്. അടുത്തത് 73 മുതൽ 82 വരെയുള്ളതായിരിക്കുന്ന ഭാഗത്താണ് രാമകഥയുമായി നേരിട്ട് ബന്ധമുള്ള ഒരു വിശേഷം വരുന്നത്. സന്താനഗോപാലമാണ് കഥ. ശംഭൂകവധമാണ്. അത് രാമന് ഏറ്റവും കൂടുതൽ അവമതിപ്പുണ്ടാക്കിയിട്ടുള്ളതായ, പിൽക്കാലത്ത് അവമതിപ്പുണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും അവമതിപ്പുണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് തോന്നിയിട്ടുള്ളതായിരിക്കുന്ന ഒരു കഥയാണ് ശംഭൂകവധത്തെക്കുറിച്ചിട്ടുള്ള കഥ. ഇന്നത്തെ കാലം കൊണ്ട് അന്വേഷിക്കുമ്പോഴാണ് അത്തരത്തിലൊക്കെ നമുക്ക് തോന്നലുകൾ ഉണ്ടാവുന്നത്. അതേമാതിരി ഇക്ഷ്വാകുസുതനായിരിക്കുന്ന ദണ്ഡരാജാവിൻ്റെ കഥകളും മറ്റും അതിൽ പറയുന്നുണ്ട്. 85 മുതൽ 92 വരെയുള്ള കഥകളിൽ രാജസൂയം ചെയ്യാൻ ആലോചിക്കുന്നു രാമൻ. അത് എന്നിട്ട് ലക്ഷ്മണൻ്റെ അഭിപ്രായ പ്രകാരം അത് അശ്വമേധത്തിലേക്ക് മാറുന്നു. വൃത്രൻ്റെ വധം, പുരൂരവസ്, ഉർവശി തുടങ്ങിയിട്ടുള്ളതായിരിക്കുന്ന കഥകളിലൂടെയാണ് ആ ഭാഗം മുന്നോട്ട് പോകുന്നത് എന്നർത്ഥം. അപ്പോൾ പിന്നെ 93 മുതൽ 98 വരെയുള്ള ഇതിൽ യാഗങ്ങൾക്ക്, അതായത് അശ്വമേധ യാഗത്തിന് വാത്മീകി വരുന്നു. അവിടെ ലവകുശന്മാരെത്തുന്നു. അവർ രാമായണ പാരായണം നടത്തുന്നു. അത് അവിടെ വെച്ച് സീതയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സീതയോട് പ്രതിജ്ഞ ചെയ്യാൻ രാമൻ ആവശ്യപ്പെടുന്നു. ആ പ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതും സ്വീകരിക്കാതെ അവൾ പാതാളത്തിലേക്ക്, ഭൂമി പിളർന്ന് അതിലേക്ക് പോകുന്നു എന്നുള്ള ആ കഥകളാണ്. അപ്പോൾ രാമനുണ്ടായിട്ടുള്ള ശോകവും മറ്റുമാണ് ആ 98 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങളിൽ പറയുന്നത്. പിന്നീടുള്ളതായിരിക്കുന്ന അധ്യായങ്ങളിൽ കാലൻ ശ്രീരാമൻ്റെ അടുത്തേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ അവതാരോദ്ദേശം പൂർത്തീകരിച്ചു എന്ന് പറയുകയും അങ്ങനെ മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അതിനിടയ്ക്ക് ദുർവാസാവ് വരുന്നു. ദുർവാസാവിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഈ പ്രതിജ്ഞ ലംഘിക്കുന്നതിന് വേണ്ടി ഈ ലക്ഷ്മണനെ പരിത്യാഗം ചെയ്യേണ്ടി വരുന്നു, ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നു. ഇങ്ങനെ ലക്ഷ്മണ പരിത്യാഗം, കുശനെ അഭിഷേകം ചെയ്യുന്നു, സരയൂ നദിയിലേക്ക് പോകുന്നു, വിഷ്ണു തേജസ്സിൽ ലയിക്കുന്നു എന്നൊക്കെയുള്ളതായിരിക്കുന്ന കഥകളാണ് ഈ ഉത്തരകാണ്ഡത്തിൽ വിശേഷിച്ചും പറയുന്നത്. ഇതിനൊക്കെ എത്ര കണ്ട് പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. രാമകഥയുമായിട്ട് ഇതിനുള്ള പ്രസക്തി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ ഒരു കൗതുകം കൊണ്ട്, കാരണം അതിപ്രശസ്തനായിരിക്കുന്ന മര്യാദാ പുരുഷോത്തമനായിരിക്കുന്ന രാമൻ്റെ വീരശൂര പരാക്രമ കഥ ലോകത്തിൽ മുഴുവൻ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായിരിക്കുന്ന ചില ന്യായങ്ങൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ ചില അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന കഥകൾ, പുരാണങ്ങളും മറ്റുമായിട്ട് പിന്നീട് ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആവശ്യമുള്ളതായിരിക്കുന്ന കഥകൾ സ്വീകരിച്ചുകൊണ്ട് ഈ രാവണൻ്റെ മുൻപത്തെ കഥകളെക്കുറിച്ച് പറയുന്നതിനും രാമൻ്റെ അവസാനത്തെക്കുറിച്ച് പറയുന്നതിനും അദ്ദേഹത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പറയുന്നതിനും വേണ്ടി ഏതോ ഒരു കുതുകിയായിരിക്കുന്ന, ഒരു തൽപരനായിരിക്കുന്ന വ്യക്തിക്ക് തോന്നിയിട്ടുള്ളതായിരിക്കുന്ന ഒരു ആശയമാണ് ഈ ഉത്തരകാണ്ഡം എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ രാമകഥകൾക്ക് അല്ലെങ്കിൽ രണ്ടാം കാണ്ഡം മുതൽ യുദ്ധകാണ്ഡം വരെയുള്ളതായിരിക്കുന്ന കാണ്ഡങ്ങളിലെ 5 കാണ്ഡങ്ങളിലെയും കഥകൾക്ക് നേരെ വിപരീതമായിരിക്കുന്ന ആശയങ്ങളാണ് ഈ ഉത്തരകാണ്ഡത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരിക്കലും ഒരു മര്യാദാ പുരുഷോത്തമൻ എന്നുള്ള രീതിയിൽ രാമനെ പറയുന്നതിന് അതിന് പരിമിതികളുണ്ട്. അപ്പോൾ അധ്യാത്മരാമായണത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം എല്ലാം ഭഗവാനാണ് എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ വാത്മീകി ഈ കേവലം മനുഷ്യനായിരിക്കുന്ന ഒരു രാമനെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു രാമൻ ഇത്തരത്തിലൊന്നും ചെയ്യുന്നതിനുള്ള യാതൊരു സാധ്യതയില്ല. അപ്പോൾ അത് പിന്നീട് കാലത്തുണ്ടായിരിക്കുന്ന നമ്മുടെ ചാതുർവർണ്ണയവും മറ്റും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ ആളുകൾ അതിനോട് കൂട്ടിച്ചേർത്ത് എഴുതി വെച്ചിട്ടുള്ളതാണ് ഈ കഥകളെ എന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്
ഈ ഗവേഷണം നടത്തുന്ന ആളുകളൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് കഥകളിൽ അത് രാമന് ഗുണകരമായിട്ടുള്ളതാണോ ഇതിലെ കഥകളൊക്കെ എന്നുള്ളതും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പൊ രാവണ കഥയുമായിട്ട് രാവണന്റെ പൂർവ്വ കാലത്തെ കഥകൾ മുഴുവൻ ഇതിൽ വിവരിക്കേണ്ട, രാവണവധത്തിന് ശേഷം വിവരിക്കേണ്ട ആവശ്യമില്ല. രാവണവധം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും അത് വിവരിക്കേണ്ട ആവശ്യങ്ങളില്ല. വീണ്ടും രാവണന്റെ കഥ തന്നെ വീണ്ടും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ വാനരന്മാരെ പറഞ്ഞയച്ചു അങ്ങനെയുള്ളതായിരിക്കുന്ന സാങ്കേതികമായിരിക്കുന്ന കഥകളുടെ ചില അംശങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാതെ ഇതിൽ കയറി കൂടിയിട്ടുണ്ട്. കുറേയൊക്കെ പ്രത്യേകിച്ച് യയാതിരി പുരൂരവസിന്റെ തുടങ്ങിയിട്ടുള്ളതായിരിക്കുന്ന കഥകൾ, അതേപോലെ മാന്ധാതാവിന്റെ തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെ ആവശ്യമില്ലാതെ ഇതിൽ കയറി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ ശംഭുകവധം എന്ന് പറയുന്നത് ഒരു ശൂദ്രൻ തപസ് ചെയ്തപ്പോൾ ആ ശൂദ്രൻ തപസ് ചെയ്യുന്നത് കൊണ്ടാണ് ബ്രാഹ്മണകുമാരന് മരണം ഉണ്ടാകുന്നത് എന്ന് തികച്ചും പ്രതിലോമപരമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഒരു പ്രതിലോമപരമായിരിക്കുന്ന കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ അത് രാമന്റെ ഒരു കുറ്റമായിട്ടുള്ള രീതിയിൽ പലരും പറയാറുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിലുള്ള രാമൻ ചെയ്തതാണ് എന്നുള്ളതിന് തെളിവില്ല. കാരണം ഇത് പിന്നീട് എഴുതി ചേർത്തിട്ടുള്ളതായിരിക്കുന്ന ആ ഒരാള് ഇത്തരത്തിലുള്ള കഥകളൊക്കെ അതിന് ചേർത്ത് വെച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ യഥാർത്ഥത്തിൽ ശംഭൂകന്റെ കഥയൊക്കെ പിൽക്കാലത്തുണ്ടായിട്ടുള്ള ചാതുർവർണ്ണയത്തിന്റെ കഥകളുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലേക്ക് കയറി വന്നിട്ടുള്ള കഥകളാണ്. യഥാർത്ഥത്തിലുള്ള രാമൻ അത്തരത്തിലൊന്നും കാര്യങ്ങൾ ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്നും, അല്ലെങ്കിൽ വാൽമീകി അങ്ങനെ പറഞ്ഞിരിക്കാൻ ഒരു സാധ്യതയില്ല എന്നും, വാൽമീകി അത് യുദ്ധാവസാനം രാമന്റെ പട്ടാഭിഷേകത്തോടുകൂടി ആ കഥ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സീതയുടെ കഥ, കാരണം ഭാരതം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ശ്രീരാമൻ നൽകിയിരിക്കുന്ന ഭാരതത്തിന് നൽകിയിരിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് ഏകഭാര്യാത്വം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആദർശത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഭാര്യയോടുള്ളതായിരിക്കുന്ന ആ സ്നേഹപൂർവമായിരിക്കുന്ന ദാമ്പത്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള രീതിയിലാണ് പിന്നീടുള്ള ഉത്തരകാണ്ഡത്തിലെ കഥകളൊക്കെ പോകുന്നത്. കാരണം അതിൽ സീതയെ പരിത്യാഗം ചെയ്യുന്നു, സീതയെ ഉപേക്ഷിക്കുന്നു. അത് അവരുടെ കാട് കാണാനുള്ള മോഹത്തെ മുതലെടുത്തുകൊണ്ട് അവരെ പരിത്യജിക്കുന്നു. അതിനുശേഷം അശ്വമേധയാഗം ചെയ്യുന്ന സമയത്ത് അവരെത്തുന്നപ്പോൾ വീണ്ടും അവരോട് വിശുദ്ധി തെളിയിക്കുന്നതിന് ആവശ്യപ്പെട്ടിട്ട് അവരെ അപമാനിക്കുന്നു. അങ്ങനെ അവർ ഭൂമി പിളർന്ന് പോകുന്നു, അല്ലെങ്കിൽ സ്വയം മരണം വരിക്കുന്നു എന്നൊക്കെ രീതിയിൽ ഒരിക്കലും ഒരു യഥാർത്ഥത്തിലുള്ള ഭർത്താവ് ചെയ്യേണ്ടതല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അതേപോലെ തന്നെ ലക്ഷ്മണനെ മരണത്തിന് വിട്ടുകൊടുക്കുന്നു, താൻ തന്നെ സരയൂ നദിയിലേക്ക് ഇറങ്ങി അതിൽ അപ്രത്യക്ഷനാവുന്നു, അല്ലെങ്കിൽ വിഷ്ണു തേജസ്സിലേക്ക് ലയിക്കുന്നു എന്ന പേരിൽ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും യഥാർത്ഥത്തിലുള്ള രാമൻ്റെ ശോഭയ്ക്ക് അതിനെ ഇകഴ്ത്തുന്നതാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതിലെ കഥകളൊന്നും പണ്ട് കാലം മുതൽക്ക് തന്നെ രാമായണം 6 കാണ്ഡേണ് വായിക്കാറുള്ളൂ, 7ാമത്തെ കാണ്ഡം വായിക്കില്ല. കാരണം അത് യുക്തിപരമല്ല എന്നുള്ള കാരണങ്ങളെ കൊണ്ടാണ്. അശുഭകരമായിരിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, രാമൻ്റെ അന്ത്യമടക്കമുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് മാത്രമല്ല, അത് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ അന്നും സമൂഹം അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്തായാലും ഈ രാമകഥയുടെ മഹത്വം എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ ആ മര്യാദാ പുരുഷോത്തമൻ്റെ ഏറ്റവും ഉത്തമനായിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാവണ വിജയത്തോടു കൂടിയിട്ട്, യുദ്ധത്തോടു കൂടിയിട്ട്, രാജ്യം വീണ്ടെടുക്കുന്നതോടു കൂടിയിട്ട് കഥ അവസാനിപ്പിക്കുകയാണ് സാധാരണ രീതിയിൽ ഏതൊരു കഥകളുടെയും പൊതുവായിട്ടുള്ള രീതി എന്നുള്ളത് കൊണ്ട് രാമായണവും അത്തരത്തിൽ തന്നെയാണ്. പിന്നീട് തൽപരകക്ഷികളായിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കുതുകികളായിരിക്കുന്ന ആളുകൾ ഈ സ്വർണ്ണനൂലിനോട് കൂടി, കാളിദാസന്റെ കഥ പറഞ്ഞതുപോലെ സ്വർണ്ണനൂലിനോട് കൂടിയിട്ട് സുകുമാരൻ്റെ കഥയിൽ പറയുന്നുണ്ട്, സുകുമാരൻ്റെ കാവ്യത്തോട് ശ്രീകൃഷ്ണവിലാസത്തോടു കൂടി കാളിദാസൻ കൂട്ടിച്ചേർക്കാൻ നോക്കിയപ്പോൾ സ്വർണ്ണനൂലിനോട് കൂടിയിട്ട് വാഴനാര് കൂട്ടിച്ചേർക്കണ്ട എന്ന് പറഞ്ഞതുപോലെ ഈ യഥാർത്ഥത്തിൽ വാൽമീകി എഴുതിയിരിക്കുന്ന വാൽമീകി രാമായണത്തിനോട് കൂടി ചേർക്കപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന വാഴനാരുകളാണ് ഈ 7ാം ഉത്തരകാണ്ഡം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രഥമകാണ്ഡത്തെക്കുറിച്ചും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അതിലും അതിശയോക്തിപരമായിരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ച്, അത് രണ്ടും ഇതിൻ്റെ വാൽമീകിയുടെ ശരിയായിട്ടുള്ള രാമായണത്തിൻ്റെ ഭാഷയുമായിട്ട് യോജിക്കുന്നില്ല എന്നുള്ളത് ഗവേഷകരുടെ ഇടയിലും അഭിപ്രായമുണ്ട്. അപ്പോൾ രാമായണത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ രാമനെ പ്രതിരോധത്തിലാക്കേണ്ട ആവശ്യമില്ല.
ഇല്ലെങ്കിൽ രാമനെതിരെ പ്രയോഗിക്കപ്പെടുന്നതായിരിക്കുന്ന എല്ലാ ആശയങ്ങളും വരുന്നത് ഉത്തരകാണ്ഡത്തിലായതുകൊണ്ട് അത് രാമായണത്തിലെയാണ് എന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട. അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ തന്നെ രാമൻ സ്വാഭാവികമായിട്ട് ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള വ്യക്തിയായിട്ട് മാറും. അപ്പോൾ ഉത്തരകാണ്ഡമാണ് രാമനെ അവഹേളിക്കുന്നതായിട്ടുള്ള ഭാഗം എന്നുള്ളത് കൊണ്ട് അത് രാമായണത്തിൻ്റെ ഭാഗമല്ല എന്ന് വിശ്വസിക്കുന്നത് തന്നെയാണ് കൂടുതൽ ആളുകളും തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വിജ്ഞാനപ്രദമായിരിക്കുന്ന ചർച്ച എന്ന നിലയ്ക്ക് ഭക്തിയോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും നമ്മളൊരു ധാരണ ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സംസാരിച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിബരേ രാമരസം. ശ്രീ ഗണപതിയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ. രാഘവൻ മാതലിയോടരുളിച്ചെയ്തിതാകുലമെന്നിയെ തേർ നടത്തിയിടു നീ. മാതലി തേരതി വേഗേന കൂട്ടിനാനേതുമേ ചഞ്ചലമില്ലാതെ ശാസിനും. മൂടിപ്പൊടി കൊണ്ടു ദിക്കുമുടനിട കൂടി ശരങ്ങളും എന്തൊരു വിസ്മയം. രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥ പുത്രനും. യാതുദാനാധിപൻ വാചികൾ തമ്മയും മാതരി തന്നെയുമേറെ എഴുതിയിടിനാൽ. ശൂലം മുസലം ഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും. സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്തിതു രാമനും. ഏറ്റമണഞ്ഞുമകന്നും വലം വച്ചും ഏറ്റുമിടം വച്ചു മുട്ടു പിൻവാങ്ങിയും. സാരഥിമാരുടെ സൗത്യ കൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണമുണ്ടാകയുമില്ലി വണ്ണമിനിമേലിൽ. എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാർ നന്നു നന്നെന്നു തെളിഞ്ഞിതു നാരദൻ. പൗലസ്ഥിരാഘവന്മാർ തൊഴിൽ കാണുകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടിനാർ. വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനി താനും നിറച്ചിതു പാരമായി. പാദോനിധിയുമിളകി മറിഞ്ഞിതു പാതാളവാസികളും നടുങ്ങിയിടിനാർ. അമ്പുതി അമ്പുതിയോടെന്നെതിർക്കിലും അമ്പരം അമ്പരത്തോടെതിർത്തിയിടിലും. രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും. അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ രാത്രിയിലിട്ടാനതു നേരമപ്പോഴേ. കൂടെ മുളച്ചു കാണായുധവൻ തല കൂടെ മുറിച്ചു കളഞ്ഞും രണ്ടാമതും ഉണ്ടായതപ്പോളതും. പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാന രക്ഷണാൽ. ഇത്തം മുറിച്ചു 101 തലകളെ പ്രത്തിയിലിട്ടു രഘുകുല സത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലുമെങ്ങും കുറവില്ലവൻ തല 10നും. രാത്രിഞ്ചരാധിപൻ തന്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോം. കുംഭകർണൻ മകരാക്ഷൻകരൻ ബാലിവമ്പനാമാരീജൻ എന്നിവരാധിയാൻ ദുഷ്ടരേകുന്ന ബാണത്തിനെന്തതി. നിഷ്ഠുരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായ ദിശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീരുപായവും ഏതുമൊന്നീശ്വര. ചിന്തിച്ചു രാഘവൻ പിന്നെയും മതശകന്ധരന്മേയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ. ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ടശരങ്ങളെ കൊണ്ടു രഘുവരൻ ഉണ്ടായതുള്ളിലൊരു ദിനമന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കേൾപ്പോ കുറഞ്ഞു ദശാസിനും നിർണയം. 7 ദിവസം മുഴുവനീ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരനന്തരം. മാതലിതാനും തൊഴുതു ചൊല്ലിയിടിനാൻ ഏതും വിഷാദമുണ്ടാകായിക മാനസേ. മുന്നമഗസ്ത്യത ബോധനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ. പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ.
നന്നു പറഞ്ഞതു നീ ഇതെന്നോടിനി കൊന്നിടുവൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായി എടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിനു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യ ജപിച്ചയച്ചിടിനാൻ. രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിതിയിൽ പുക്കു ചോര കഴുകി മുഴുകി വിരവോടു മാരുത വേഗേന രാഘവൻ തന്നെ തുണിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവും എന്തൊരു വിസ്മയമന്നേരം തേരി നിന്നാശവും അറിഞ്ഞു വീണിടിനാൻ. പാരിൽ മരം വീണ പോലെ തഥാ കൽപ്പവൃക്ഷ പുതുമലർ തൂകിനാൽ ഉൽപ്പന്നമോദേന മാനവരേവരും. അർക്കകുലോദ്ഭവൻ മൂർധനി മേൽക്കുമേൽ ശുക്രനും നേത്രലോകങ്ങളൊക്കെ തെളിഞ്ഞിതു. പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാർ. നർക്കനും നേരെയുദിച്ചാനതു നേരം മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശ ലോകവും. താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസരോടി അകമ്പുക്കു കേഴത്തുടങ്ങിനാരൊക്കിലങ്കാപുരേ. അർക്കജന്മാരുതി നീലാംഗദാദിയമർക്കട വീരരുമാർത്തു പുകഴ്ത്തിനാർ. അഗ്രജൻ വീടതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരികത്തും ചെന്നിരുന്നാകുലാൽ. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധിവലമല്ലോ വരുന്നതും ഞാൻ ഇതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ. മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന വീര മഹാശയനോചിതനായി നീ പാരിലീ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കേണമെന്നുണ്ടു ദൈവത്തിനാർ കൊഴിക്കാവതും. ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശനരുൾ ചെയ്തിതാധരാൽ എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ. തന്നെ കുറിച്ചു കരയരുതേതുമേ നന്നല്ലതു പരലോകത്തിനു സഖേ. വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്കെന്നിയോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങിതിവനിന്നി ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ. ഇത്തമരുൾ ചെയ്തു നിന്നരുളു നേരം തത്ര മണ്ടോതിരി കേണു വന്നിടിനാൽ. ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞു തങ്കമുൾക്കൊണ്ടു മോഹിച്ചു. ആതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ. പങ്ക്തി രഥാത്മജനം അരുൾ ചെയ്തു പങ്ക്തിമുഖാനുജൻ തന്നോടു സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക. പാവകനെ ജ്വലിപ്പിച്ചിനി നിസ്സുത്തരം. തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോള ഇത്ര പാപം ചെയ്വരില്ല ഭൂതലെ. യുഗമല്ലേതു മടിയനിവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും വന്ന ബഹുമാനത്തോടെ രഘൂത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു മദ്ബാണമേറ്റൂരണാന്തേ മരിച്ചൊരു കർപ്പൂരാധീശ്വരനറ്റിതു പാപങ്ങൾ. വൈരവുമാ മരണാന്തമെന്നാകുന്നിതേറിയ സത്യതി ഉണ്ടാവതിന്നു നീ. ശേഷക്രിയകൾ വഴിയെ കഴിക്കൊരു ദോഷം നിനക്കിതിനേതുമകപ്പെടാ. ചന്ദനഗന്ധാദി കൊണ്ടു ചിതയും മാനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാതി ദേഹമലങ്കരിച്ചാത്തുവാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ടഗ്നിഹോത്രികളെ സംസ്കരിക്കുന്നവണ്ണമേ രാവണദ്ദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായുധക ക്രിയയും ചെയ്തു. നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൽ. മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൽ ചെന്നു നിജ മന്ദിരം ബുക്കിതു. ജന്യാവലോകനം ചെയ്തു നിന്നോർകളും പിന്നെ ഹനുമാനെ നോക്കിയരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം ബുക്കറിയിക്കണം തന്നൊങ്കിയാകിയ ജാനകിയോടിതം. നക്തഞ്ചരാധിപ നിഗ്രഹമാതിയ വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങെന്നോട് വന്നു പറക നീ സത്വരം എന്നത് കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർക്കരിച്ചീടിനാർ. നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. വക്രപ്രസാദമാലോക്യ കവിവരൻ
വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൽ ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ ഇത്തം ഭവതിയോടൊക്കെ പറകെന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും സന്തോഷമെത്രയുണ്ടായതു സീതയ്ക്കെന്നെന്തു ചൊല്ലാവതു ജാനകി ദേവിയും ഗദ്ഗദവർണ്ണേന ചൊല്ലിനാളെന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ ഭർത്താവിനെ കണ്ടുകൊള്ളുവാനുപായമെന്തത്ര പാർക്കേണമിനിയും സുചൈവ ഞാൻ നേരത്തതിന്നു യോഗം വരുത്തിയിടു നീ ധീരത്വമില്ലിനിയും പൊറുത്തിയിടുവാൻ വാതാത്മജനും രഘുവരൻ തന്നോടുമായി ദിലീപാഷിതം ചെന്നു ചൊല്ലിയിടിനാൻ ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായരുൾ ചെയ്താൻ വിരയനീ ജാനകി ദേവിയെ ചെന്നു വരുത്തുക ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടുമാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരവരെ നാനും ലേപാതിലങ്കാരമണിയിച്ചു ശില്പമായൊരു ശിബികമേലാരോഭ്യമൽപുരോഭാഗെ വരുത്തുക സത്വരം മാരുതി തന്നോടുകൂടെ വിഭീഷണാരാമദേശം പ്രവേശിച്ചു സാദരം വൃതമാരായ നാരീജനത്തെ കൊണ്ടു മുക്താംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചൊല്ലുന്നേരമുണ്ടായി ചമഞ്ഞിതൊരു ഘോഷണീസ്വനം വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നത് കണ്ടൊരു യാഷ്ടികന്മാരാണ് ഞാട്ടിയ കറ്റിനാർ കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണതന്നോടരുൾ ചെയ്തു വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാനുര ചെയ്തിതു നിന്നോടിതെന്തടോ ജാനകി ദേവിയെ കണ്ടാൽ ഇതിനൊരു ഹാനി എന്തുള്ളതതു പറഞ്ഞിടൂ നീ മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേവരും പാദചാരേണ വരേണമെന്നന്തികെ മേദിനി നന്ദിനിക്കും തത്ര ദൂഷണം കാര്യാർത്ഥമായി പുരാ നിർവിധമായൊരു മായാജനകജാരൂപം മനോഹരം കണ്ടുകോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ ലക്ഷ്മണനോടുമായ സീതയും തൽക്ഷണെ ചൊല്ലിനാളേതുമേ വൈകാതെ വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വാസത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിലഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതുമെനിക്കതിൽ പാടുവാൻ സൗമിത്രിയും അത് കേട്ടു രഘുത്തമ സൗമിക്യ ഭാവലോകേ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഡം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ ഭൂമിസുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ മുഹുസ്ത്രയം ബന്ധാഞ്ജലിയോടും ദേവദിജേന്ദ്രതപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൻ ഭർത്താവിനെ അന്യേനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിലതിനു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ 3 വലം വെച്ചു വന്നിയിൽ ചാടിനാൽ കെഞ്ചിൽ ഭയം വിന ദുശ്യവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായതു ലോകവും അന്നേരം ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാദീപന്മാരും കുബേരനും മന്ദാകിനീതരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ഗന്ധശൂകന്മാർ പിതൃക്കൽ മുനികളും ചാരണഗുഹ്യക സിദ്ധസാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞിതു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കലന്നേരം വന്ദിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മനൻ മന്നേര പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാർ സർവലോകത്തിനും കർത്താഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാന നാശകനാകുന്നതും ഭവാൻ സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ നഷ്ടമായതും ലോകത്തിനാദിയും മധ്യവും അന്തവുമേകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായതും അശ്വിനി ദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായി
ശുദ്ധനായി നിത്യനായുധോയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിലോർത്തിയിടുവോർ. നിന്നുടെ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മാപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാൽ നിർദ്ദയം നഷ്ടനായനവനിന്നു നിന്നാലിന് നിപുഷ്ടസൗഖ്യം വസിക്കാം തൊൽക്കരുണയ. ദേവകളിത്തമ്പുകഴ്ത്തും ദശാന്തരെ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ. വന്ദേ പദം പരമാനന്ദമദ്വയം വന്ദേ പദമശേഷസ്തുതി കാരണം. ജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്രമവ്യയം ഈശ്വരം. സർവഹൃദിസ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം സർവജ്ഞമത്ഭുതം. രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം രഘുനാഥം രമാവരം. രാജരാജേന്ദ്രം രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം. മായാപരമജം മായാമയം മനോനായകം മായാവിഹീനം മദദ്വിഷം. മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം. യോഗിചിന്യം സദാ യോഗിഗമ്യം മഹായോഗവിധാനം പരിപൂർണമച്യുതം. രാമം രമണീയരൂപം ജഗദപി രാമം സദൈവ സീതാഭിരാമം ഭജെ. ഇത്തം വിധാതൃസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നരുളുന്നേരം. ആശ്രയാശൻ ജഗദാശ്രയ ഭൂതയാമാശ്രിതവത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിന് ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്നെങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതി പൂജിച്ചു രാഘവൻ ദേവിയെ മോതാൽ പരിഗ്രഹിച്ചിടിനാൻ. പങ്കേരുഹാക്ഷനും ജാനകീ ദേവിയെ ശൃംഗേ സമാവേശേ ശോഭിച്ചിതേറ്റവും. പിബരേ രാമരസം എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ പറയാൻ പോകുന്നത് രാമായണത്തിലെ താടകയെ പറ്റിയാണ്. താടക ഒരു രാക്ഷസിയാണെന്നറിയാം. അതുപോലെ തന്നെ ശ്രീരാമൻ ശാപമോക്ഷം കൊടുത്ത കഥയൊക്കെ നമുക്കറിയാം. താടകയുടെ പൂർവ്വചരിത്രം എന്താണ്, അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പണ്ട് സുകേതു എന്ന് പറഞ്ഞ ഒരു യക്ഷരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ അദ്ദേഹം ശക്തനായിട്ട് ഒരു കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. ബ്രഹ്മാവിനെ തപസ് ചെയ്തു. തപത്തിൽ സംതൃപ്തനായ ബ്രഹ്മാവ് സുകേതുവിന് ഒരു കുട്ടിയെ കൊടുത്തു. ഈ കുട്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. ഈ കുട്ടി സുന്ദരിയായിട്ടൊരു പെൺകുട്ടിയായിരുന്നു. അതുകൂടാതെ ആ കുട്ടിക്ക് 1000 ആനകളുടെ ശക്തിയായിരുന്നു. ഈ കുട്ടിക്ക് താടക എന്ന് പേരിട്ടു. താടക വളർന്നു വലുതായപ്പോൾ സുന്ദ എന്ന് പറഞ്ഞ ഒരു രാക്ഷസന് വിവാഹം ചെയ്തു കൊടുത്തു. അതിൽ 2 പുത്രന്മാരുണ്ടായി, സുബാഹുവും മാരീചനും. ഈ സുന്ദ പൈശാചിക കൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ സുന്ദ ഈ അഗസ്ത്യമുനിയുടെ ആശ്രമം ആക്രമിക്കുകയും അഗസ്ത്യമുനി സുന്ദയെ ശപിക്കുകയും ചെയ്തു. വെണ്ണീറായി പോകട്ടെ എന്നാണ് ശപിച്ചത്. ഇതറിഞ്ഞ താടക പുത്രന്മാരോടൊപ്പം അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലെത്തുകയും ആക്രമിക്കുകയും ചെയ്തു. അഗസ്ത്യമുനി താടകയെ തോൽപ്പിച്ചു വിട്ടു. സ്ത്രീ എന്ന പരിഗണന വെച്ച് താടകയെ ഒരു വിരൂപയായി പോകട്ടെ എന്ന ശാപവും കൊടുത്തു. അതിനുശേഷം താടകയും പുത്രന്മാരും പാതാള ലോകത്തേക്ക് പോയി, സുമാലിയുടെ അടുത്തേക്ക് പോയി. കുറേ കാലത്തിന് ശേഷം രാവണൻ ലങ്ക പിടിച്ചടക്കുന്നതും താടകയും പുത്രന്മാരും ലങ്കയിലെത്തുന്നതും അവിടെ താമസമാക്കുന്നതും, അതിനുശേഷം രാവണൻ താടകയും പുത്രന്മാരെയും അയോധ്യയ്ക്കടുത്തുള്ള കരൂഷം എന്ന ഘോരവനത്തിലേക്ക് മാറ്റി താമസിപ്പിച്ചു. അവിടെയായിരുന്നു താടകയുടെ പിന്നീടുള്ള ജീവിതം. അതുവഴി പോകുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും കൊന്നുതിന്ന് അവൾ അവിടെ ജീവിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ശ്രീരാമലക്ഷ്മണന്മാർ കരൂഷത്തിലെത്തുന്നു, താടകയെ വധിച്ച് താടകയ്ക്ക് ശാപമോക്ഷം കൊടുക്കുകയും ചെയ്യുന്നത്. പിബരേ രാമരസം ശ്രീരാമഭദ്ര
ശ്രീരാമഭദ്ര രഘുവീര ശ്രീരാമഭദ്ര രഘുവീര ജനകജാനായക പാഹി മാം 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 ശ്രീരാമഭദ്ര ക്ഷീരാബ്ധി ശയന ഗരുഡവാഹന ക്ഷീരാബ്ധി ശയന ഗരുഡവാഹന ക്ഷീരാബ്ധി ശയന ഗരുഡവാഹന ദേവദേവ ദശരഥ കുമാര ജയ ദേവദേവ ദശരഥ കുമാര ജയ ശ്രീ രാമഭദ്ര രഘുവീര ജനകജാനായക പാഹി മാം ശ്രീരാമഭദ്ര ശരണാഗത സുഗ്രീവ വിഭീഷണ ശരണാഗത സുഗ്രീവ വിഭീഷണ സംരക്ഷക കൗസല്യാനന്ദന ശരണാഗത സുഗ്രീവ വിഭീഷണ സംരക്ഷക കൗസല്യാനന്ദന കരുണാജലധര സ്മേരാനനശ്വര കരുണാജലധര സ്മേരാനനശ്വര കാർമുകധര സാകേതപുരാധിപ കരുണാജലധര സ്മേരാനനശ്വര കാർമുകധര സാകേതപുരാധിപ ശ്രീരാമഭദ്ര രഘുവീര ജനകജാനായക പാഹി മാം ശ്രീരാമഭദ്ര പിബരേ രാമരസം പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ